ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഡേ 6 ആയിരുന്നു. 5:30 തന്നെ എണീറ്റ് നേരെ ജിമ്മിലേക്ക് വിട്ടു. ഇന്ന് മുതലപ്പോൾ ഓരോ മസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കാനായിട്ട് തുടങ്ങി. ആദ്യം ചെസ്റ്റാണ് ചെയ്തത്. ചെസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അവശതയായി. എന്നാലും ഞാൻ ട്രൈസ് ചെയ്ത്. അങ്ങനെ ട്രൈസും കൂടിയും കഴിഞ്ഞപ്പോഴൊക്കെ ഏകദേശം സമയം 7:15. 7:30 എനിക്കൊരു കല്യാണ വീട്ടിലോട്ട് എത്തേണ്ടതാണ്. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ എത്തും. സ്ട്രെച്ച് പോലും ചെയ്യാണ്ട് നേരെ വീട്ടിലേക്ക് ഓടി. 7:15 ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം കുളിച്ച് തല പോലും തോർത്താണ്ട് നമ്മൾ കല്യാണത്തിന് പോവുകയാണ് ഗൈസ്. ഇല്ല, ഇവിടെ അരമണിക്കൂറായി വന്നിരിക്കണം. ഇവന്റെ ഷൂ ഇറങ്ങുള്ളൂ. അരമണിക്കൂറായി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത്. സീൻ തന്നെ. ആരാണിത്? പഴയകാല നടനാണോ? ദിവസം കഴിയുമ്പോൾ മോളുടെ കല്യാണമാണ്. അതിന്റെ തിളക്കത്തിലാണ് കണ്ണൻ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ റെഡിയായ അമ്പലപ്പറമ്പിൽ ട്രാവലർ നോക്കി നിൽക്കുമ്പോഴും ദിവ്യാന്റെ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കണ്ടായി. വണ്ടിയെല്ലാം പോയി. ഇനി ഞങ്ങൾ രണ്ടുപേരും നടന്ന് പോകേണ്ടി വരും കഴിയുമ്പോഴത്തേക്ക്. ഞങ്ങളെ നടത്തി. എന്നിട്ട് വണ്ടിയോടെ നിൽക്കുന്നു. അങ്ങനെ വന്ന കാര്യം സഫലമായി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി മാരീഡ് ലൈഫ്. നല്ല ഒരു ലൈഫ് ഉണ്ടാവട്ടെ നവവധുവിനും വരനൊക്കെ. മുടിയില്ല, അതുകൊണ്ട് നമ്മള് കയ്യില് കാണുന്ന സാധനമില്ലേ അതങ്ങനെ കറങ്ങണ മാത്രമേ ഉള്ളൂ ഗൈസ്. ഒരു തുള്ളിക്കാറ്റ് താഴേക്ക് എത്താണ്ടായില്ല. ഉരുകി മരിച്ച് ഞങ്ങൾ. രാവിലെ ജിമ്മിൽ പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായി. ഒരു സാധനം കഴിച്ചിട്ടുണ്ടായില്ല. ഇത്ര ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇത് മാറ്റി വെച്ച്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സാധനമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഭയങ്കര കൊതി വന്നതുകൊണ്ട് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചേരം ഉറങ്ങി. അപ്പൊ കല്യാണപ്രായമായ പെണ്ണുങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഈ ബ്ലഷ് ചെയ്തിരിക്കുന്ന ചെക്കൻ ഫ്രീ ആണ്. കല്യാണം ആലോചിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും നമ്മൾ സമീപിക്കാവുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റിസപ്ഷൻ പോയി. അവിടെ നിന്ന് ഈ സാധനമൊക്കെയാണ് ഞാൻ കഴിച്ചത്. ഇതായിരുന്നു എൻ്റെ ഡിന്നർ. 18 വയസ്സായ ബ്യൂട്ടി. 18 വയസ്സായ ബ്യൂട്ടി. കൊള്ളാലോ. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ പോപ്കോണൊക്കെ കഴിച്ച് ചില്ലടിച്ച് നടപ്പുണ്ടായി. ഞാൻ നേരെ ഈ കോഫി ഉണ്ടാക്കണ ചേട്ടനെ പരിചയപ്പെട്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഗ്ലാസ് മൊത്തം പുള്ളി എന്നെ കൊണ്ട് നിരത്തിച്ചതാണ്. അതിന് പകരം എനിക്കൊരു ഷുഗർലെസ് ആയിട്ടുള്ള കോഫി തന്നു പുള്ളി. അങ്ങനെ പള്ളിയിലെ മണിയും അമ്പലത്തിലെ പ്രതിഷ്ഠാദിനമൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ക്യാരക്ടർ. അതെ, മെയിനാണ്. പിന്നെ ഞാനും എൻ്റെ പൊന്നും കൂടിയും വഴിയിൽ കിടന്നുറങ്ങി ഗൈസ്. കുറച്ച് കഴിഞ്ഞ് കൊതുകടി കൊള്ളുമ്പോൾ തന്നെ പൊക്കോളും. ഗുഡ് നൈറ്റ്.